എടാ ഈ മാസമല്ലേ IPL തുടങ്ങണേ? ആ അതെ 16-ാം തീയതി. നിൻ്റെ അളിയനോട് പറഞ്ഞിട്ടേ ആ കേബിൾ കണക്ഷൻ ഒന്ന് ശരിയാകും. അത് ശരിയാക്കിയാടാവേ. ഇവിടെ ഒരുത്തൻ ഹരിയുടെ കുപ്പിയും പ്രതീക്ഷിക്കാനായിട്ട് 2 മണിക്കൂറായി. അവനൊന്നും വരാൻ പോകണില്ലെന്നേ. അവൻ കല്യാണ വീട്ടിലെ തിരക്കിലായിരിക്കും. അതൊന്നും അല്ല, അവൻ എന്നോട് വാക്ക് പറഞ്ഞാൽ അവൻ വന്നിരിക്കും. ഹരിയുടെ വണ്ടിയാണല്ലോ വരുന്നത്. ഹരി, നീ നമ്മുടെ ബാഗായിട്ട്. സോറിടാ, എൻ്റെ ലീവ് ക്യാൻസലായി. തിരിച്ചു പോവാ. നീ തിരിച്ചു പോകണോ? അടുത്ത ആഴ്ച നിൻ്റെ കല്യാണമല്ലേ? കല്യാണമൊക്കെ ഇനി അടുത്ത ഉടവിനാടാ. കാര്യം പട്ടാളക്കാരെന്ന് പറയുമ്പോൾ നല്ല ഗമയാണ്, പക്ഷെ ഇത് എന്ത് ജോലിയാടാ. ഡാ, പണ്ട് UP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മേരി ടീച്ചറോട് നമ്മളൊരു ഡാൻസ് നായക്ക് സന്തോഷ് കുമാറിൻ്റെ ബോഡി കാണാൻ പോയി. നിനക്ക് ഓർമ്മയുണ്ടോ? കാറിൽ മരിച്ച ആളല്ലേ? മരണമല്ലടാ, വീരമൃത്യു. ഒരു നാട് മുഴുവൻ ഉണ്ടായിരുന്നു അവിടെ. ജാതിമത വ്യത്യാസമില്ല. ഒരു രാജാവിൻ്റെ യാത്രയിൽ പോലെ. ഒരു പട്ടാളക്കാരനാവണമെന്നുള്ളത് അന്നെടുത്ത തീരുമാനമാണ്. അതൊക്കെ ശരിയായിരിക്കും. പാവം ഗൗരി, നിൻ്റെ മുഖത്തുണ്ടാകും. ഒരു പട്ടാളക്കാരൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് എനിക്കറിയാം. രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ അവൻ ഒറ്റ ആയുസേ എന്നതാണ്. ഹരിയാണല്ലോ. ഹലോ ഹരി, എത്തിയോ? എടാ, ഇനി വരുമ്പോ മറ്റേ കുപ്പി കൊണ്ടുവരാൻ മറക്കല്ലോ കേട്ടോ. അതൊക്കെ ശരിയാക്കടാ. പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം. 39 ജവാന്മാർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ജമ്മു കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരിച്ചവരിൽ മലയാളികൾ. എല്ലാവർക്കും ഹരി ഒരു വാർത്ത മാത്രമായി, ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമായി മാറി. പക്ഷേ അവൻ ഞങ്ങളുടെ സുഹൃത്തായിരുന്നു. അവനെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി. ഹരി എന്ന പട്ടാളക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റ സങ്കടമേ ഉള്ളൂ. ഒരു രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ പട്ടാളക്കാരന് ഒരായുസേ ഉള്ളൂ എന്നത്.